പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം: വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ, അതത്രയും നാം ചിന്തിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനത്തിലൂടെ 3 കാര്യങ്ങൾ നമ്മോട് പറയുന്നു. 1, നാം സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കണം. നാം കീഴടങ്ങി പാർക്കാൻ ഒന്നാമതായി പറയുന്നു. 2, നാം ആരെക്കൊണ്ടും സകല സൽപ്രവൃത്തികൾക്കും നാം ഒരുങ്ങിയിരിക്കണം. 3, നാം ആരെക്കൊണ്ട് ദൂഷണം പറയാതെ സകല മനുഷ്യരുടെയും മുമ്പാകെ പൂർണ്ണ സൗമ്യതയോടുകൂടെ ഹല്ലേലൂയ നാം പെരുമാറണം, പൂർണ്ണ സൗമ്യത കാണിക്കണം. ഈ 3 കാര്യങ്ങൾ തൻ്റെ ജനത്തെ ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇവിടെ പറയുന്നു. 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അത് എന്തുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തണം, നാം എന്തുകൊണ്ട് ചെയ്യണം? അതിനുവേണ്ടി ഇതാ 3ഉം 4ഉം വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു. നാം ആരായിരുന്നു എന്ന്, നമ്മുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്ന് നാം ഒരിക്കലും മറക്കരുത്. നാമും പണ്ട് പാപത്തിന് അധീനരായിരുന്നു, നാമും പണ്ട് വഴിതെറ്റി നടന്നവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റി. ഹല്ലേലൂയ. നാം മുമ്പ് അനുസരണമില്ലാത്തവരായിരുന്നു, ബുദ്ധികെട്ടവരായിരുന്നു. നോക്ക്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ അത് ബുദ്ധിയോടുകൂടെ ചിന്തിപ്പാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. നാം എല്ലാത്തിനും മറുതലിക്കുന്ന അനുസരണം കെട്ടവരായിരുന്നു, വഴി തെറ്റി നടന്നവരായിരുന്നു. ദൈവത്തെ അറിയാതെ, ദൈവനാമത്തെ ഉയർത്താതെ വഴിതെറ്റി നടന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഡെമാസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവുമായി കണ്ടുമുട്ടുന്നത് വരെ താൻ നടന്ന വഴികളെക്കുറിച്ച് ഹല്ലേലൂയ താൻ ചിന്തിക്കുമ്പോൾ എത്ര വലിയ ഹല്ലേലൂയ തെറ്റ് താൻ ചെയ്തു എന്ന് തന്നെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിധിക്കുന്നു, തന്നെ അളക്കുന്നു. ഹല്ലേലൂയ നാം വഴിതെറ്റി നടന്നവരായിരുന്നു, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും നാം അധീനരായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഈർഷ്യയുണ്ടായിരുന്നു, അസൂയയുണ്ടായിരുന്നു. ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നു. പറയാൻ ഒരു ഗുണവുമില്ല. തൻ്റെ ജീവിതത്തിൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് ഹല്ലേലൂയ ഇവിടെ വിവരിച്ചിട്ട് പറയുന്നു, മുമ്പ് നാം ഇങ്ങനത്തെവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ഹല്ലേലൂയ വചനത്താലുള്ള സ്നാനം, അവൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തി നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റി. ദൈവസഭയ്ക്കും സമൂഹത്തിനും നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റി. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ തലമുറയിലും നമ്മെ കൊള്ളാവുന്നവനാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് പദ്ധതിയുണ്ട്. നമ്മെ ദൈവസഭയ്ക്ക് കൊള്ളാവുന്നവനാക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അത്രേ. അതുകൊണ്ട് 3 കാര്യങ്ങൾ ദൈവസഭയെ ഓർമ്മപ്പെടുത്തണം. 1, ഹല്ലേലൂയ നാം വാഴ്ചകൾക്കും അധികാരങ്ങളോടും മറുക്കാതെ അതിന് കീഴ്പ്പെട്ടിരിക്കണം. ഏത് അധികാരി വന്നാലും, ഏത് ഭരണാധികാരി വന്നാലും കീഴ്പ്പെട്ടിരിക്കുവാൻ നാം പഠിക്കണം. ദാനിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമത്രേ: എല്ലാ വാഴ്ചകളും അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. അത്യുന്നതൻ സകല രാജ്യത്വങ്ങളുടെ മേലും വാഴുന്നു. ഏത് രാജ്യത്വമാണോ അതിൻ്റെ മേലും വാഴുന്നത് സ്വർഗമെന്ന ചിന്താഗതി നമ്മളെ ഭരിക്കട്ടെ. നമുക്ക് അതുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നാം കീഴ്പ്പെട്ടിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന വാഴ്ചകൾ, നമ്മുടെ ഓഫീസിൽ നമുക്ക് മേലെ വെച്ചിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൽ നമുക്ക് മേലെ വെച്ചിരിക്കുന്ന സകല രാജ്യത്വങ്ങൾക്കും ഹല്ലേലൂയ ഭരണാധികാരികൾക്കും നാം കീഴ്പ്പെട്ട് ഇരിക്കണം. അതാ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന 1ാമത്തെ കാര്യം. അതിനോട് മറുക്കാതെ, വ്യവസ്ഥിതികളോട് മറുക്കാതെ ഇത് ദൈവമാക്കി വെച്ചിരിക്കുന്നത് എന്നൊരു വിചാരം ഉള്ളിൽ ഭരിക്കട്ടെ, അതിന് കീഴ്പ്പെട്ടിരിക്കാം. 2, നാം സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. ഹല്ലേലൂയ. നാം എല്ലാ നല്ല പ്രവർത്തികൾ ചെയ്യാനും നമുക്ക് ഉത്സാഹമുണ്ടായിരിക്കണം. നാം പാപികളായിരുന്നപ്പോൾ നല്ലവനായ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചില്ലേ? നമ്മുടെ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന്, നമ്മുടെ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് യേശു കർത്താവ് നമ്മെ വിടുവിച്ചില്ലേ? അതോർക്കുമ്പോൾ
അതേ കരം മറ്റുള്ളവർക്ക് നീട്ടുവാൻ നാം ബാധ്യസ്ഥരത്രേ. നല്ല പ്രവൃത്തി ചെയ്യാൻ നാം ബാധ്യസ്ഥരാ. ഇച്ഛിക്കാത്ത ഹല്ലേലൂയ നന്മ, ഹല്ലേലൂയ തിന്മയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മൾ നന്മയാൽ തിന്മയെ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ. നാം നന്മയ്ക്ക് പകരം നന്മ ചെയ്യണം. കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ നാം തിന്മ ചെയ്യുന്നവനോടും നന്മ ചെയ്യണം. ദൈവം നമ്മെ വിളിച്ച വിളിയും അതാ. അതുകൊണ്ട് നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട്, നന്മ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രവൃത്തി ചെയ്യാൻ നാം കടപ്പെട്ടവരത്രേ. അതുകൊണ്ട് സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണം. 3, നാം ഹല്ലേലൂയ ചെയ്യേണ്ടത് പൂർണ്ണ സൗമ്യതയോടെ ജീവിക്കുക അത്രേ വേണ്ടത്. നാം ഹല്ലേലൂയ മറ്റുള്ളവരോട് മറുത്തു നിൽക്കാതെ സൗമ്യതയോടെ കാര്യങ്ങളെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് ഈ 3 കാര്യങ്ങൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. 1, കീഴ്പ്പെട്ടിരിക്കുക. 2, സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കുക. 3, പൂർണ്ണ സൗമ്യതയോടുകൂടെ ജീവിക്കുക. ഇത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത്രേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം അത്രേ. ഇന്ന് പകൽക്കാലം കർത്താവ് അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.